കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മാല കാണാതെ പോയതിന്റെ പേരില് എല്ലാവരും ഓരോ വഴിക്കും അന്വേഷണമാണ്. എല്ലാരും ഓരോരുത്തരുടെ മുറിയിലൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം അന്വേഷിച്ചിട്ടൊന്നും ഒരിടത്തും മാല കണ്ടെത്താൻ സാധിച്ചില്ല. ഈ സമയത്ത് ജലജ അവിടെ നിൽക്കുന്ന അഭി കണ്ടു. അഭി നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്താ അമ്മേ? അമ്മയുടെ മുഖത്തിൽ വലിയ സന്തോഷമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ട് മോനെ. എന്താ അമ്മ വല്ല പരിപാടി ഒപ്പിച്ചിട്ടുണ്ടോന്ന് ചോദിക്കും. അല്ല, ഒപ്പിച്ചിട്ടുണ്ടോന്ന് വെച്ചാ അത് പിന്നെ നീ ഇപ്പൊ അറിയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയും. എന്താ സത്യം പറമേ, അമ്മയാണ് മാല ഒളിപ്പിച്ചു വെച്ചെന്ന് ചോദിക്കാം. അതെ അതെ, ഞാൻ തന്നെയാന്ന് പറയണ. അമ്മേ, പിടിക്കപ്പെട്ടുണ്ടല്ലോ, എന്താ സംഭവിക്കുന്ന അറിയാലോ. എടാ, അതിന് നീ അല്ലല്ലോ ഞാന്. അമ്മ എന്തോർത്താ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നേ? എന്റെ ഇടം മണ്ട, അതൊന്നും പിടിക്കാൻ പോകുന്നില്ല. ഈ ജലജയുടെ കളി, ഈ കളിയോട് കൂടി ഉണ്ടല്ലോ അവളുണ്ടല്ലോ ആ കനക, അവളും അവളുടെ മക്കളും പുറത്താവും. അത് മാത്രമല്ല, ആ അനിയുടെ കല്യാണം മുടങ്ങുകയും ചെയ്യുന്നു പറയാം. ഇതുപോലെ നടക്കുന്ന കാര്യമാണോ? പിന്നെ നീ ഇതുപോലെ വല്ല പ്ലാനും ഇട്ടാ 8 നിലയെ പൊട്ടും. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. പക്ഷെ ഞാനിപ്പൊ എന്ത് തീരുമാനിച്ചാൽ അതൊക്കെ നടക്കൂടെ മോനെ. എന്നോടടുത്ത് കളിക്കാനായിട്ട് ആ കനക വന്നാണ്ടല്ലോ, അവളെ ഞാൻ കളി പഠിപ്പിക്കുമെന്ന് പറയാം. അതെങ്ങാനും മുത്തശ്ശനോ മുത്തശ്ശാലോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയാനടാ? ഇത് കണ്ടോ, അതിനുള്ള തന്ത്രമൊക്കെ ഞാൻ പയറ്റിട്ടുണ്ടെന്ന് പറയും. അല്ലമ്മേ, മാല എവിടെയാ വെച്ചിരിക്കുന്നത്? അതിപ്പോ നീ അറിയേണ്ട കാര്യമില്ല. അതാ കൃത്യ സമയത്ത് എടുക്കേണ്ട സമയത്ത് എടുത്തോളും. പിന്നെ അറിയാലോ, നീയല്ല ഞാന്. ആ ഒരു ഓർമ്മ വേണമെന്ന് പറയണം. ഈ സമയത്ത് നവിയൻ നേരെ എല്ലാരും കൂടെ ബാക്കി എല്ലാരും കൂടെ അങ്ങോട്ട് വരുവാണ്. അപ്പൊ മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു, അല്ല എല്ലായിടത്തും നോക്കിയിട്ട് ഒരിടത്തും കിട്ടിയില്ല. ഇല്ലാന്ന് പറയും. ഈ സമയം ദേവയാനി പറഞ്ഞു, ഇനി ഇപ്പൊ ജലജയുടെ മുറിയും കൂടെ നോക്കാനുള്ളെന്ന് പറയണം. ഇത് കേട്ടൻ ജലജ പറഞ്ഞു, അതിനെന്താ, എന്റെ മുറിയിലേക്ക് പോരെ, അവിടെ ഒന്ന് നോക്കിക്കോളാൻ പറയണം. അങ്ങനെ മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്നപ്പോ അനിയും അവരെല്ലാരും കൂടെ കൂട്ടിയിട്ട് മുറി മൊത്തം സെർച്ച് ചെയ്യുവാണ്. അങ്ങനെ ഒരിടത്ത് സെർച്ച് ചെയ്ത് കിട്ടിയില്ല. ജലജയോട് അപ്പച്ചിയുടെ മുറിയിലില്ലാന്ന് പറയണം. ഈ സമയം ജലജ പറഞ്ഞു, അതെ അവിടെ ഒരു ബാഗ് ഇരിക്കുന്നുണ്ടല്ലോ, അതും കൂടെ ഒന്ന് സെർച്ച് ചെയ്യാൻ പറയണം. അത് കനയുടെ ബാഗാ. ഇത് കേട്ടപ്പോ കനവ് പറഞ്ഞു, അതെന്റെ ബാഗാന്ന് പറയാം. അപ്പൊ അനി പറഞ്ഞു, അങ്ങനെയാണ് സെർച്ച് ചെയ്യണ്ട, ആന്റിയുടെ ബാഗല്ലേ അത്, സെർച്ച് ചെയ്യണ്ടെന്ന് പറയണം. പെട്ടെന്ന് ദേവയാനിച്ചു, അതെന്താ? കനയുടെ ബാഗ് സെർച്ച് ചെയ്യണ്ടെന്ന് ചോദിക്കും. എല്ലാവരുടെയും ബാഗൊക്കെ സെർച്ച് ചെയ്യണം, അതും കൂടെ സെർച്ച് ചെയ്യാൻ പറയണം. ഈ സമയം ജലജ പറഞ്ഞു, ശരിയാ, പറയാൻ പറ്റില്ല, മനുഷ്യന്റെ ഓരോ സ്വഭാവങ്ങളൊക്കെ അല്ലേന്ന് പറയാം. പിന്നീട് കനകയുടെ ബാഗ് എടുത്ത് സെർച്ച് ചെയ്യണം. അങ്ങനെ കുറെ തപ്പിട്ടൊന്നും കണ്ടില്ല. പെട്ടെന്ന് ജലജ പറഞ്ഞു, ഇങ്ങനെയൊന്നും അല്ല നോക്കണ്ടേ, ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ നോക്കാം. അവിടെ ഒന്നും നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ്. കാരണം വെച്ച ആൾക്കല്ലേ കൃത്യമായിട്ട് എവിടെയാ ഉള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ സമയം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, നിന്റെ നോട്ടവും മട്ടും ഭാവവും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മാല ഉള്ള പോലെയാണല്ലോ ജലജയെന്ന് പറഞ്ഞു. പെട്ടെന്ന് ജലജ ഞെട്ടുവാണ്. കാരണം ഇനിയിപ്പൊ താൻ ഇതിനകത്ത് എങ്ങാനും വെച്ചിട്ടുണ്ടെന്ന് ഇവരാരെങ്കിലും കണ്ടോ? പക്ഷെങ്കിൽ അവിടെ ഒന്നും നോക്കിയിട്ടില്ല. അങ്ങനെ കാണാതിരുന്ന് കഴിഞ്ഞപ്പോ ഇതിനെ അനി ചോദിച്ചു, അല്ല അപ്പച്ചി, എന്താ മാല കിട്ടിയില്ലെന്ന് ചോദിക്കും. ഇല്ല, ഇതിനകത്ത് കണ്ടില്ലെന്ന് പറയും. കനക പറഞ്ഞു, ഇപ്പൊ സമാധാനമല്ലെന്ന് പറയണം. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അല്ലെങ്കിൽ നീ മുറിയിലേക്ക് കയറിയപ്പോ തൊട്ട് നീ മുള്ളും കൊലും അല്ല, ഈ മുറിയിലേക്ക് കയറിയപ്പോ തൊട്ട് നീ കുത്തും മുനയൊക്കെ വെച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങിയതാന്ന് പറയാം. ഈ സമയം ജലജ പറഞ്ഞു, അല്ല ഞാനിപ്പോ എല്ലാവരുടെയും ബാഗ് പരിശോധിക്കുന്ന കാര്യമല്ലേ പറഞ്ഞേ, അത് പൊതുവായിട്ടൊരു കാര്യമല്ലേ പറഞ്ഞേ, ഇപ്പൊ ഇത്രമാത്രം പറയാൻ എന്താ ഇരിക്കുന്ന ചോദിക്കുക. ശരി ശരി, ഇനിയിപ്പോ ബാക്കി എവിടെയെങ്കിലുമൊക്കെ തപ്പാന്നും പറഞ്ഞുകൊണ്ട് മൂർത്തി ബസ് എല്ലാരും വിളിച്ചിട്ട് അങ്ങോട്ട് പോവണം. ജലജയ്ക്ക് ആ ടെൻഷൻ. പക്ഷെ എന്നാലും ആ മാല ഇത് എവിടെ പോയി? അങ്ങനെ അവര് താഴേക്ക് വരുവാണ്. ഈ സമയത്ത് അഭി ജലജ എടുത്തിന്ന് ചോദിച്ചു, ആഹാ, അപ്പം അമ്മ മാല കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടോ, എവിടെയാ അമ്മ മാലയെന്ന് ചോദിക്കുക. ജലജ പറഞ്ഞു, അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, മാല എവിടെ ഇല്ലല്ലേ, അമ്മയുടെ പ്ലാൻ അങ്ങനെ ചീറ്റിപ്പോയല്ലേന്ന് ചോദിക്കുക. ഇപ്പൊ ആരാ മണ്ടിയായത്, ഞാനാണോ അമ്മയാണോ? എന്റെ പ്ലാനൊക്കെ വിജയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴല്ല, നേരത്തെ ആ നയനെ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അവള് വന്നതോടുകൂടി എന്റെ പ്ലാനൊന്നും നടക്കാതെ പോയെന്ന് പറയാം. പെട്ടെന്ന് ചേച്ചി പറഞ്ഞു, എന്നാലും ആ മാല എവിടെ പോയി? ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ പോയി നോക്കട്ടെ മുറിക്കകത്ത്, ഇനി ആ ബാഗിനകത്ത് എങ്ങനെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പണമെന്ന് അറിയില്ലോ എന്നും പറഞ്ഞ് ജലജ മുറിയിലേക്ക് എല്ലുവേണം. പിന്നീട് കനയുടെ ബാഗ് എടുത്തിട്ട് പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയത്ത് നവ്യ നയനയും കൂടെ അങ്ങോട്ട് കയറി വരുവാണ്. നയന വന്നു ചോദിച്ചു, എന്താ അപ്പച്ചി, അമ്മയുടെ ബാഗ് എന്താ പരിശോധിക്കുന്ന ചോദിക്കും. അല്ല, അത് പിന്നെ ഞാൻ ഇവിടെ വെറുതെ ഇരുന്നപ്പം അതൊന്ന് പരിശോധിച്ചിട്ട് പോയതല്ലേ, പിന്നെ എന്തിനാ അപ്പച്ചി വീണ്ടും അതിനകത്ത് പരിശോധിക്കുന്നേ? അല്ല, ഞാൻ ഒന്നുകൊണ്ടും അല്ലാന്ന് പറയണം. ഇത് കണ്ടു കഴിഞ്ഞപ്പം നയന പറഞ്ഞു, ഓ, അപ്പച്ചി അതിനകത്ത് മാല കൊണ്ടേ വെച്ചിട്ടുണ്ടല്ലേ, അപ്പച്ചി കള്ളിയല്ലേ, അതുകൊണ്ടല്ലേ മാല അതിനകത്ത് കൊണ്ട് വെച്ചേന്ന് പറയാണ് കട്ടെടുത്ത്. ഇത് കേട്ടം ചേച്ചി പറഞ്ഞു, കള്ളിയോ? ആരുടെ കള്ളി? അപ്പച്ചി എന്റെ കള്ളി, സംശയമൊന്നുമില്ല. കാരണം ഞാൻ കണ്ടായിരുന്നു അപ്പച്ചിയെ പൂജാമുറി കയറി മാല എടുക്കുന്നേ, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് പറയാം. ഇത് കേട്ടതും
ജലജയിലും ഞെട്ടലുണ്ടായി. ഇതേ വെറുതെ പറയലെന്ന് പറയണം. വെറുതെ പറയേണ്ട കാര്യം ചെയ്യാം. ഞാൻ എല്ലാരെയും വീട്ടിൽ കാണിക്കാം, അത് മതിയോന്ന് ചോദിക്കാം. ജലജ പെട്ടു. എന്ത് ചെയ്യാനാ? പെട്ടെന്ന് ജലജ പറഞ്ഞു, സോറി, ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയും. അബദ്ധോ? ഇതാണ് അബദ്ധം. എന്റെ അമ്മയുടെ മേലില് എന്നിട്ട് കുറ്റം ചാർത്താൻ വേണ്ടിയിട്ടല്ലായിരുന്നോ ഈ പരിപാടിയൊക്കെ ചെയ്തേന്ന് പറയാ. ജലജ പറഞ്ഞു, അല്ല അത് പിന്നെ ഞാന്, നാണമുണ്ടോ അപ്പച്ചിക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട്? ഏ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ അത്? അപ്പൊ എന്റെ അമ്മേനെ ഞങ്ങളെ മനപ്പുറം വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ടല്ലേ അപ്പച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് ചോദിക്കുക. പിന്നീട് ജലജയുടെ കയ്യിലേക്ക് മാല അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഇത് എവിടെയാണ് ഈ സാധനം എഴുന്നേ, അത് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചേക്കാൻ പറയാം. ജലജയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. പിന്നീട് ജലജ അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. ഈ സമയം നബി പറഞ്ഞു, നമ്മളിവിടെ ഒട്ടും സേഫ് അല്ലല്ലേ നയനെന്ന് ചോദിക്കുക. അതേ ചേച്ചി, കാരണം നമ്മളെ പുകച്ചു പുറത്തി അടിക്കാനായിട്ട് അപ്പച്ചി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ കൂടെ ദൈവം ഉള്ളതുകൊണ്ടാ നമുക്കിങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിക്കാരെന്ന് പറയാം. അത് ശരിയാ, നമ്മുടെ അമ്മ പാവം ഒരു തെറ്റും ചെയ്യാതെ അതിങ്ങനെ എല്ലാവരുടെ മുന്നിൽ അപമാനഭാരത്തം നിൽക്കുന്ന കാര്യമൊന്ന് ഓർത്തു വെക്കുക, ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് ചോദിക്കുക. പിന്നീട് ജലജ മുറിയിലേക്ക് കൊണ്ടേ മാല വെക്കുകയാണ്. പൂജാമുറിയിൽ കൊണ്ടേ വെച്ചിട്ടങ്ങ് തിരിയുമ്പത്തേനും മുത്തശ്ശിയും ദേവേനെയെ കൊണ്ട് വരുന്നേ. പെട്ടെന്ന് ജലജ മുഖത്ത് ഒരു സന്തോഷം അഭിനയിച്ചിട്ട് പറഞ്ഞു, അതേ മാല കിട്ടി കിട്ടോന്ന് പറയാണ്. മാല കിട്ടിയോ? എവിടുന്ന് എന്ന് ദേവേനി പെട്ടെന്ന് ചോദിച്ചു. അതെ ഈ നായനെ ഉണ്ടല്ലോ, ഇവള് നോക്കിയതിന്റെ കുഴപ്പന്നേ, അത് ഇവിടെ ഇരിപ്പ് തന്നെ ഉണ്ടായിരുന്ന സാധനം അവള് നല്ല വ്യക്തമായിട്ട് നോക്കിയില്ല, അതുകൊണ്ടാ കിട്ടാതിരുന്നേന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശനും എല്ലാരും കൂടെ അങ്ങോട്ട് വരുക. മുത്തശ്ശൻ പറഞ്ഞു, ആഹാ അപ്പൊ നീയാണല്ലോ ഇവിടെ മാല കണ്ടില്ല എന്ന് വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞോണ്ട്, താലിമാല മോഷണം പോയ വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇത്ര സമയം ഇവിടെ പറഞ്ഞോണ്ട് നടന്നേ, എന്നിട്ട് നിന്റെ കയ്യിൽ തന്നെ ആ മാല കിട്ടിയെന്ന് ചോദിക്കും. ഈ സമയം ജലജ പറഞ്ഞു, അല്ല ഞാൻ പിന്നെ ഒന്നുകൂടെ വന്ന് പൂജാമുറി നോക്കാന്നോർത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പൂജാമുറിക്ക് അന്ന് മാല കിട്ടിയെന്ന് പറയാം. ഈ സമയം ജാനകി പറഞ്ഞു, എന്തൊക്കെയായിരുന്നു മാല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദോഷമുണ്ട്, അനിയുടെ കല്യാണത്തിന് എന്തൊക്കെയോ ദോഷമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്നിട്ട് എന്താ, ഇപ്പൊ ഒന്നും പറയാനില്ലേ ഇടത്തേക്ക് ചോദിക്കുക. ഇത് കേട്ടാൻ ജലജയുടെ മുഖം കൂടെ താണോ, എന്തെങ്കിലും പറയാൻ പറ്റുമോ? മുത്തശ്ശൻ പറഞ്ഞു, ഇവള് ചിലരെയൊക്കെ ഓരോന്നോരോ കുത്തിയൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, മാല എടുത്ത് അവരാന്ന് അങ്ങനെയൊക്കെ. ഇനി നിനക്ക് ആ വാക്കൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോന്ന് ചോദിക്കുക. ഇത് കേട്ട ജലജ പറഞ്ഞു, അല്ലച്ച ഞാനിങ്ങനെ സംശയിച്ച, നീ കൂടുതൽ സംശയിക്കൊന്നും വേണ്ട, നിന്റെ സംശയം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്നാ. എന്താണ് നിന്റെ പെൺമക്കൾ വേറെ പുറത്തു പോയി പഠിക്കാൻ നന്നായി, കാരണം നിന്റെ കൂടെ ആണെങ്കിൽ അവർ ഈ സ്വഭാവം പഠിച്ചാണെന്ന് പറയാം. അല്ല നിന്റെ അടുത്തല്ലാത്തോണ്ട് പിന്നെ അവർക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയെന്ന് പറയാം. അങ്ങനെ മുത്തശ്ശൻ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് നയന എന്ത് ചെയ്യണം, ആ ബോക്സ് പോയി തുറന്നു നോക്കിയപ്പോ മാല അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് നയന ഒന്നും അറിയത്തില്ലാത്ത മട്ടി ജലജയോട് ചോദിച്ചു, എന്നാലും അപ്പച്ചി ഇത്ര പെട്ടെന്ന് ഈ മാല കിട്ടിയത് എവിടെ നിന്ന് നിൽക്കുക? അല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ നയനെ, അത് ഇവിടെ കിടന്ന് എനിക്ക് കിട്ടിയതെന്ന് പറയണം. ഈ മാലയുടെ ഒക്കെ ഒരു കാര്യമേ കൈയും കാലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കുറെ സമയം നമ്മളിവിടെ നോക്കിയിട്ട് കണ്ടില്ല, ഇപ്പൊ ആട്ടെ വീണ്ടും അത് അവിടെ തന്നെ ഇരിക്കുന്നു, എന്നാലും എന്തൊരു അതിശയമല്ലേ എന്ന് ചോദിക്കുക. ഈ സമയം ജാനകി പറഞ്ഞു, ഇനിയിപ്പം ധൈര്യമായിട്ട് അനിയുടെ വിവാഹമായിട്ട് മുന്നോട്ട് പോകാലോ, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായാലും മാലയുടെ എല്ലാം മാത്രമല്ല, അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം സംഭവിക്കാന്ന് പറയാ എന്നും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് പോവാണ്. ഈ സമയം ജലജ അങ്ങോട്ട് കയറിയപ്പത്തിന് അഭയം അങ്ങോട്ട് പിടിച്ചെടുത്തി അമ്മേനെ. അമ്മയ്ക്കിടെ നല്ല പണി തന്നെ കിട്ടിയല്ലേ എന്ന് ചോദിക്കുക. എന്താണ് നീ അങ്ങനെ പറഞ്ഞേ? അല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മ മാല കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടോ, അവറ്റകള അമ്മയുടെ കള്ളത്തരം കണ്ടുപിടിച്ചല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടാൻ ജലജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം ജലജയ്ക്ക് മനസ്സിലായി താൻ ഇവിടെ ചെയ്ത കള്ളത്തരങ്ങളൊക്കെ അവൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവളുടെ കയ്യിൽ ആ വീഡിയോ ഉള്ളിടത്തോളം കാലം തനിക്കും തന്റെ മകനും ഇവിടെ സുരക്ഷിതത്വം ഇല്ല. കാരണം എപ്പോൾ വെള്ളം തങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും. ആ വീഡിയോ അങ്ങും പുറത്തായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അടിച്ചു മാറ്റാൻ തന്നെ ജലജ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.